ഹായ്, വെൽക്കം ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങൾ പുതിയൊരു യൂട്യൂബ് ചാനലാട്ടോ. ഞങ്ങൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പുതിയൊരു യൂട്യൂബ് ചാനൽ ഇന്നിവിടെ തുടങ്ങിയാണ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് റൂട്ട്സ് ആൻഡ് റൂട്ട്സ് മല്ലൂസ് വ്ലോഗ് എന്നാണ്. പറഞ്ഞു തെറ്റിപ്പോ കേട്ടോ. റൂട്ട്സ് ആൻഡ് റൂട്ട്സ് മല്ലൂസ് വ്ലോഗ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് അയർലൻഡിലാണ് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. അയർലൻഡിൽ നിന്ന് ഞങ്ങൾ റീസെൻ്റ്ലി ആണ് ഞങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് മാറിയത്. ഞങ്ങൾ അയർലൻഡിൽ വെച്ച് തന്നെ ഞങ്ങൾ ഇങ്ങനെ റീൽസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴും ഞങ്ങൾ നോക്കുമായിരുന്നു എങ്ങനെയാ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, അതിന് എന്ത് കണ്ടന്റ് ഇടുമെന്നൊക്കെ ഞങ്ങൾ നോക്കുമായിരുന്നു. പക്ഷെ കണ്ടന്റ് എന്ത് പറഞ്ഞു നമുക്ക് കിട്ടാറില്ല, എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാറില്ല. അപ്പൊ പിന്നെ ഞങ്ങളിവിടെ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ റീസെൻ്റ്ലി വന്നപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പുതിയൊരു വീട്ടിലേക്കൊക്കെ മൂവായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്കും ഒരു ആഗ്രഹം, ഒരു നമ്മൾക്ക് നാട്ടിലെ പോലെ ഒരു പൂന്തോട്ടവും ഒരു വെജിറ്റബിൾ ഗാർഡനും എല്ലാം ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഒരു 2-3 മാസമായി അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി ഞങ്ങളത് ഉണ്ടാക്കാനായിട്ട് ഞങ്ങളത് ഒരുങ്ങുക. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഓർത്തു വന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു പുതിയൊരു വ്ളോഗിങ് ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് അതിലൂടെ നമ്മൾ അതിനകത്ത് നേരിടുന്ന സ്ട്രഗിൾസും അതിനകത്തൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഞങ്ങൾ പോകുന്ന വഴികളും അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷൻസും എല്ലാം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന് നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ അതിനകത്ത് ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം. കാരണം ഞങ്ങൾ പുതിയ തുടക്കക്കാരാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വിലപ്പെട്ടതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് പോകാം. ഇതാട്ടോ ഞങ്ങളുടെ ബാക്ക് യാർഡ് വരുന്നത്. ബാക്കിൽ ഒരു പോർഷനാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് സൈഡിലേക്കുണ്ട്. നമ്മൾ ആ സൈഡിലേക്കുള്ള പോർഷനിലാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡൻ ബെഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഈ ഗാർഡൻ ബെഡ് ചെയ്യാനുള്ള പണി സ്റ്റാർട്ട് ചെയ്തതായിരുന്നു 2 ദിവസം മുമ്പ്. പക്ഷേ നമുക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. കാരണം അത് ചെയ്ത് തുടങ്ങിയ ഒരു 3-4 കുഴിയൊക്കെ ഇങ്ങനെ എടുത്തു വന്നപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലായത് അടി പാറയാന്നുള്ള കാര്യം. പിന്നെ നമുക്ക് പില്ലർ താഴോട്ട് താത്തിയിട്ട് അങ്ങനെ തടി കൊണ്ട് നമുക്ക് ഫെൻസ് സൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആ പ്ലാൻ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ബ്രിക്സ് കൊണ്ട് ചെയ്യാൻ നോക്കുക. കോൺക്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻ്റർലോക്ക് ബ്രിക്സ് കൊണ്ട് നമ്മൾ ഗാർഡൻ ബെഡ് ചെയ്തെടുക്കാമെന്നാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ വീട്ടിൽ മേടിച്ച് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഗാർഡൻ ഷെഡാണ് കേട്ടോ ഇത്. ഗാർഡൻ ഷെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓസ്ട്രേലിയയിൽ കോമൺ ആണ്. ഈവൻ അയർലൻഡിലും ഉണ്ടായിരുന്നു ഗാർഡൻ ബെഡ്. മിക്ക വീടുകളിലും ചെറിയൊരു ഷെഡ് പോലെ ഉണ്ടാവും. കാരണം ഈ ലാൻഡ് മൂവർ വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ തൂമ്പ അതുപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷിയായിട്ട് അനുബന്ധിച്ചുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീടിനകത്തേക്ക് കയറ്റാതെ പുറത്ത് തന്നെ വെക്കാനായിട്ട് ഇങ്ങനൊരു ഷെഡ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ ഷെഡ് നിങ്ങളെ കാണിച്ചു തരാം. ഫസ്റ്റ് ലൈന് കേട്ടോ. ഈ നമ്മുടെ തൂമ്പ ഇവിടെ ഇരിപ്പുണ്ട്. ഈ തൂമ്പ എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് വെക്കുകയും ചെയ്ത് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തതാണ് കേട്ടോ. മണ്ണൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗാർഡൻ ബെഡിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത് ക്ലീൻ ചെയ്യാൻ മറന്നുപോയി. ഞാനൊന്ന് നേരെ ഇട്ടുകാരൻ ഞാൻ ഇവിടെ വെച്ചിട്ട് പോയി. അത് അകത്തേക്ക് വെക്കാം. അതുപോലെ ഞാൻ നിങ്ങളകത്ത് എൻ്റെ സ്പേസും എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു. ഇതാ കേട്ടോ ഗാർഡൻ ബെഡിൻ്റെ അകം. ഇതിനകത്ത് ഈ കാണുന്നത് ലാൻഡ് മൂവിങ് മെഷീനാണ്. അപ്പോൾ ലാൻഡ് മൂവറാന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഗ്രാസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഇന്ത്യയിൽ ഇത് കോമൺ അല്ല, എന്നാൽ ഓസ്ട്രേലിയയിൽ എല്ലാ വീട്ടിലും ഒരെണ്ണമെങ്കിലും ഉണ്ടാവും. കാരണം അത്യാവശ്യം എല്ലാവർക്കും ഒരു ബാക്ക് യാർഡും അവിടെ കുറച്ച് പുല്ലും എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് മൂവ് ചെയ്യാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് ആരെയും വിളിക്കാറില്ല. ഇത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഡ്യുവൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒസിറ്റോയുടെ ലാൻഡ് മൂവിങ്. പിന്നെ ഇത് തന്നെ ഒസിറ്റോയുടെ തന്നെ എഡ്ജ് ട്രിമ്മറും ഹൈ പ്രഷർ വാഷും ആണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ ലാൻഡ് മൂവിങ് വെച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. ഇത് പിന്നെ കാർ വാഷിന് വേണ്ടിയിട്ടുള്ള കാര്യം, അത് ഞാൻ ഇതിനകത്ത് വെച്ചേക്കുന്നത്. നമ്മൾ ഗാർഡൻ ഷെഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ സ്റ്റിൽ ഇപ്പോഴും ഉള്ളത് നമ്മുടെ ബാക്ക് യാർഡിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കോർണറിലൊരു മരം ഉണ്ടായിരുന്നു. ഈ മരം നമ്മൾ റീസെൻ്റ്ലി മുറിച്ച് കളഞ്ഞു. ഒരു 1 month ആയിട്ടുണ്ട് നമ്മൾ മരം മുറിച്ച് കളഞ്ഞിട്ട്. കാരണം അത് നമ്മുടെ നാട്ടിലെ അമ്പഴം ഒക്കെ പോലത്തെ മരമായിരുന്നു. ഫുള്ള് ഇല പൊഴിയണ ഒരു മരം. അതിവിടെ നമ്മുടെ ബാക്ക് യാർഡ് മൊത്തം എപ്പോഴും ഇല പെറുക്കി കളയാനേ നമുക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം നമ്മളത് മുറിച്ച് കളഞ്ഞു. നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിച്ചല്ല അത് ചെയ്യിച്ചത്, നമ്മൾ തന്നെത്താൻ മുറിക്കുകയാണ് ചെയ്തത്. കാരണം എനിക്ക് ആക്ച്വലി 2 മരം മുറിക്കാനുണ്ടായിരുന്നു. എനിക്ക് ഫ്രണ്ടിലൊരു മരം ഉണ്ടായിരുന്നു, അത് ഞാൻ മുറിച്ചു.
ഈ ബാക്കിലുണ്ടായിരുന്ന മരവും ഞാൻ മുറിച്ചു. കാരണം അത് നമുക്ക് ഒരു യൂസ് ഇല്ലാത്തൊരു മരം, നമ്മൾ പാഴ്ചെടി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ചെടിയായിരുന്നു. നമ്മളത് മുറിച്ച് കളഞ്ഞ് നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ ഗാർഡൻ ബെഡിൻ്റെ ഭാഗമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡ് വഴിയും നമ്മൾ ഗാർഡൻ ബെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തും അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുക. നമ്മൾ മുറിച്ചത് ഞാൻ തന്നെ മുറിച്ചതെന്ന് പറഞ്ഞു. കാരണം ഈ ഓസ്ട്രേലിയയിൽ ഒരാളെ കൊണ്ട് ഒരു മരം മുറിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ കിട്ടാൻ പാടാം, ഒന്നാമത്തെ കാര്യം. പിന്നെ കിട്ടിയെന്നാൽ തന്നെ നല്ല ലേബർ ചാർജും ആകും. അത് കാരണം തന്നെ ഞങ്ങൾ തന്നെ മുറിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ബാക്കി നമ്മൾ ഈ മരം മുറിച്ചതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഗാർഡൻ ബെഡ് പോകുന്ന സ്ഥലത്താണ് ഇട്ടിരിക്കുന്നത്. ഇതാകട്ടെ നമ്മൾ ഗാർഡൻ ബെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, തടി കൊണ്ടാണ് ഗാർഡൻ ബെഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമുക്കൊരു കുഴി എടുത്തപ്പോഴത്തേക്ക് അടിയിലെ പാറ കണ്ടതുകൊണ്ട് നമുക്ക് പില്ലർ താത്താൻ പാടായതിനെ തുടർന്ന് നമ്മൾ പിന്നെ അത് ബ്രിക്സിൽ ചെയ്യാമെന്നുള്ള ഒരു ഐഡിയയിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ബ്രിക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബ്രിക്സ് മോസ്റ്റ് പ്രോബബ്ലി നാളെ മൺഡേ അത് ഡെലിവർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ട്യൂസ്ഡേ ഓൺവേർഡ്സ് നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനാണ് നമ്മൾ ഗാർഡൻ ബെഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെട്ടിയ മരത്തിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു ഹൈറ്റ് നമ്മൾ ചെയ്തിട്ട് ഈ മരത്തിൻ്റെ വേസ്റ്റെല്ലാം ഇങ്ങോട്ട് ആക്കിയിട്ട് അതിനകത്ത് സോയിൽ നിറച്ചിട്ട് ഇവിടെ കൃഷി ചെയ്യാനായിട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ആദ്യം ഇവിടെ വേറൊരു മരം കൂടി ഉണ്ടായിരുന്നു എൻട്രൻസിൻ്റെ ഭാഗത്ത്. അത് ഇവിടെയാണ് നിന്നിരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തൊരു നല്ലൊരു മുഴുത്തൊരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മരം കാരണം നമ്മളിവിടെ സോളാർ വെച്ചിട്ടുണ്ട്. സോളാറിന് അത്യാവശ്യം നമുക്ക് സൺലൈറ്റ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ഗാർഡൻ ബെഡ് കെട്ടിയെന്നാൽ തന്നെയാണെങ്കിലും നമുക്ക് തണൽ കൂടുതലായി പോകുന്നത് കാരണം അത് ഞാൻ ഫസ്റ്റിൽ തന്നെ വെട്ടി പീസാക്കിയാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെയെല്ലാം ഞങ്ങൾ കുഴി എടുത്തതാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ ഗാർഡൻ ബെഡ് കെട്ടാൻ വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ എല്ലാം കുഴി എടുത്ത് പോയതാണ്. അവിടുന്ന് ഫസ്റ്റിലെ അവിടുന്ന് തൊട്ട് ഇങ്ങനെ കുഴി എടുത്തെടുത്ത് ഈ അകത്തെ ഫസ്റ്റ് കുഴി എടുത്തപ്പോഴാണ് നമ്മൾ പാറ കണ്ടത്. പിന്നെ ഞങ്ങൾ രണ്ടാമത് ഒരു കുഴിയെടുത്തു, അതിലും പാറ കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഷൈജേട്ടൻ പറഞ്ഞു, എടാ ഇനി എടുത്തിട്ട് കാര്യമില്ല, നമുക്ക് ഇനി നൈസായിട്ട് നമുക്ക് കല്ലിലേക്ക് മാറണമായിരിക്കും ബുദ്ധി അങ്ങനെ പറഞ്ഞ കാരണം പിന്നെ നമ്മൾ പ്ലാൻ മാറ്റി പിന്നെ ഞങ്ങൾ ഇതിലേക്ക് മാറി കേട്ടോ. ഇത് നമ്മൾ എടുത്ത് കുഴിക്കകത്ത് നമ്മുടെ നാട്ടിലപ്പോൾ ഒരു തവള ഇരിക്കണം കേട്ടോ. ഇത് ആളിവിടെ കയറി ഇരിക്കുക. അതെനിക്ക് ഇരുന്ന് ഉറങ്ങുവാന്ന് തോന്നണം കേട്ടോ. തവളച്ചാർ നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ ഒരു തവള. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുത്തിത്തവള എന്നൊക്കെ പറയത്തില്ലേ നാട്ടിൽ, ആ ഒരു തവളയാണ്. നമുക്കിവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആളിങ്ങനെ ഒരു കുഴിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു നനവും കുഴിയൊക്കെ കണ്ടപ്പോൾ അതിനകത്ത് കയറി അങ്ങനെ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഗാർഡൻ ബെഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ ഒരു ഗാർഡൻ കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ ഷൈജേട്ടൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഒരു വരി കല്ലുകൂടെ വെച്ച് കെട്ടിയിട്ട് അതിനകത്ത് സോയിൽ നിറച്ചിട്ട് നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഐഡിയ കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിലുള്ള 1-2 ഗാർഡൻ ബെഡ് കൂടെ ഞാൻ ഇതിനകത്ത് സ്ലൈഡിനകത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നമ്മുടെ ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് ഗാർഡൻ ബെഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ കൃഷി ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അതുപോലെ നമുക്ക് ഉള്ള ബാക്ക് യാർഡ് മൊത്തം ഞാൻ നിങ്ങളെ കാണിച്ചില്ലല്ലോ. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് വരുന്നത്. അവിടെ നമ്മുടെ ഗാർഡൻ ബെഡ് ഇങ്ങനെ കറങ്ങി ഫിഞ്ചസ് കെട്ടി നമ്മളിങ്ങനെ കറങ്ങി ഇതിൽ അങ്ങോട്ട് പോകും. ഇത്രയും ബാക്ക് യാർഡ് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം വലിയ ബാക്ക് യാർഡ് കേട്ടോ നമുക്ക് വരുന്നത്. ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി കേട്ടോ. ഇതാണ് എൻ്റെ മോൻ ലൂക്ക. പുള്ളി അയർലൻഡിൽ വെച്ചാണ് കേട്ടോ ഉണ്ടായ. അയർലൻഡിൽ ഞങ്ങൾ ലൗത്തിൽ ഡ്രോഗഡ ഹോസ്പിറ്റലിൽ വെച്ച് ലൂക്ക ഉണ്ടായ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മാറി. പുള്ളിക്ക് ഇവിടെ അയർലൻഡിലായിരുന്നപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ പുറത്തിറങ്ങി ഓടി നടക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ഭയങ്കര തണുപ്പും കാറ്റും അല്ലേ. ഓസ്ട്രേലിയ വന്നപ്പോൾ പുള്ളി ഇങ്ങനെ ഫ്രീ ബേഡിനെ പോലെ ഓടുക. ഹലോ ഹായ്, എൻ്റെ പേര് ശാന്തി. ആക്ച്വലി ഡിജോനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇപ്പോൾ ബ്ലോഗ് ചെയ്ത ആളുടെ പേര് ഡിജോ എന്നാണ്. അപ്പം ഞാനും ഡിജോയും കൊച്ചുമാണ് ഇവിടെ സ്റ്റേ ആയിട്ടുള്ളത്. അപ്പം ഡിജോ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലാണ് റൂട്ട്സ് ആൻഡ് റൂട്ട്സ്. അപ്പം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും എല്ലാം ഞാൻ കഴിക്കണം. ആദ്യം ഡിജോ പറഞ്ഞ പോലെ ഇത് ഞങ്ങളുടെ വലിയൊരു ഡ്രീമായിരുന്നു. പക്ഷേ കണ്ടൻറ്റ് എന്ത് കിട്ടുമെന്നുള്ളൊരു ഡൗട്ടിൽ ഇരുന്നതുകൊണ്ട് മാത്രം ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പം ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അടിപൊളിയാക്കാം. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞ സാമ്പിൾസ് ഗാർഡൻ ബെഡിൻ്റെ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിനി വരും വീഡിയോകളിൽ ഞങ്ങളിനി ഇതൊരു ഗാർഡൻ ബെഡിൻ്റെ കൺസ്ട്രക്ഷനും
അതിനകത്ത് സോയിൽ നിറയ്ക്കുന്നതും പിന്നെ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കൃഷികളും അതും എല്ലാമായിരിക്കും ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത്. പിന്നെ കൂടുതലും ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് ഓൺവേഴ്സ് ഞങ്ങൾ പുതിയ ഡെസ്റ്റിനേഷൻസിലേക്ക് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ യാത്രാ വീഡിയോകളും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ, സീ യു.